ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണ സ്പെഷ്യലായ പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് കറി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന പരിപ്പ് കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പയറ് വറുത്തുടച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്ന പരിപ്പ് കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ഇരുമ്പിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം പയറിട്ട് കൊടുക്കുകയാണ്. അതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ഇങ്ങനെ ആരും ഉണ്ടാക്കാറില്ല. ഈ ചെറുപയർ പരിപ്പ് എല്ലാ കടകളിലും കിട്ടും. അത് കാരണം നമ്മൾ ഇത്രയും പാടുപെടാറില്ല. വറുത്തിട്ടുണ്ട്. ഇനി അത് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പണ്ട് കാലത്ത് തിരുവക്കല്ലിലിട്ടാണ് പൊടിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മുറത്തിലിട്ട് പാറ്റിയെടുക്കാം. ഞാനിതാ പാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പ് വേവാൻ കുറച്ച് താമസം എടുക്കും. ഇനി സ്റ്റൗ ഓണാക്കി സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഒരു 3-4 വിസിൽ കേൾക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 അല്ലി വെളുത്തുള്ളി. ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരയേണ്ട. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി അതിട്ട് തവി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടൊഴിക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസാക്കി എടുക്കണം, ഇല്ലെങ്കിൽ ഇരുന്ന് കട്ടിയാവും. ഇനി സ്റ്റൗ ഓണാക്കി വെക്കാം. തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കടുക് വറുക്കാറില്ല. ഈ പരിപ്പ് കറി നമുക്ക് കടുക് വറുക്കേണ്ട കാര്യമില്ല. ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.